Hey guys, what's up? Welcome back to my channel. So, ഇത് എൻ്റെ ഫസ്റ്റ് Q&A വീഡിയോ ആണ്. അപ്പോൾ വലിയ ഞാൻ അങ്ങനെ ബാക്കി യൂട്യൂബേഴ്സ് ചെയ്യുന്ന പോലെ അങ്ങനത്തെ വലിയ ഇൻസ്റ്റഗ്രാമിലിട്ടിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക അങ്ങനെയൊന്നുമല്ല ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ പറയാം. ഞാൻ എൻ്റെ കസിൻസിനോട് റാൻഡംലി ഐ ജസ്റ്റ് ആസ്ക്ഡ് ദെം ആസ് എ വ്യൂവർ, എൻ്റെ വ്യൂവറായിട്ട് നിങ്ങൾക്ക് എന്താണ് എന്നെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളത്. അവർക്ക് പല കാര്യങ്ങൾ അറിയാം, പക്ഷെ അങ്ങനെ എനിക്കറിയാം ഞാൻ ചെയ്തത് കറക്റ്റ് ചെയ്യാണോന്നും അറിയാം. ബിക്കോസ് ഇനീഷ്യലി ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യാനാണ് തോന്നിയത്. അപ്പോൾ എനിക്ക് വേറെ എന്താ പറയുക, ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് അത്ര വലിയ ഫോളോവേഴ്സും ഇല്ല. അങ്ങനെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിന് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസ് ഇടാനുള്ള അങ്ങനത്തെ ഫോളോവേഴ്സ് ഇല്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തതിലൊക്കെ എൻ്റെ കസിൻസിനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് എന്നെക്കുറിച്ച് അറിയാൻ താല്പര്യം. എന്നെക്കുറിച്ചല്ല, ആസ് എ വ്യൂവർ നിങ്ങൾ എന്ത് ചോദ്യം എന്നോട് ചോദിക്കും. അങ്ങനെ ചോദിച്ചാൽ അവർ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഞാൻ നോക്കാം, ഇതിൽ 2 പാർട്ടായിട്ട് ഇടാണെങ്കിൽ 2 ആയിട്ടിടാം, അല്ലെങ്കിൽ ഞാൻ ഒറ്റ അതിൽ തന്നെ ഇടാട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ എടുക്കാം. Pregnancy related. What is the major change that happened to you after Rudra? Has your me time reduced? How you handle your postpartum? How did you handle your postpartum period? What is the major change that happened after Rudra is ഞാൻ കുറച്ചുകൂടി മെച്യൂറായോ എന്നൊരു സംശയം മാത്രമേ ഉള്ളൂ. പല കാര്യത്തിലും അറ്റ്ലീസ്റ്റ് എൻ്റെ കാര്യം അല്ലെങ്കിലും രുദ്രയുടെ കാര്യത്തിൽ ഞാൻ മടി പിടിച്ചിരിക്കാറില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ചുറ്റുള്ള ആൾക്കാർക്ക് അറിയാനായിട്ടായിരിക്കും, പക്ഷെ ഇല്ല, എനിക്ക് അതിൻ്റെ അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ട്. ഇവരുടെ കാര്യം നല്ല നോക്കുന്നുണ്ട് എന്ന രീതിയിലുള്ള അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതന്നെ മടി കുറേയൊക്കെ മാറി ഇവൻ്റെ കാര്യത്തിൽ, രുദ്രയുടെ കാര്യത്തിൽ. പിന്നെ വേറെ ചേഞ്ച് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ചേഞ്ച് ഇല്ല. വേറെ പ്രത്യേകിച്ച് ചേഞ്ചൊന്നും, എൻ്റെ ബോഡി ഫുൾ ചേഞ്ചായി. അത് പിന്നെ സ്വാഭാവികം, എല്ലാവരുടെയും ചേഞ്ചാകും. അതുപോലെ തന്നെ എൻ്റെയും ചേഞ്ചായി. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. ആൻഡ് അതിനെ കംപ്ലൈൻറ്റ് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ ഇഗ്നോർ ചെയ്യുക, അതേ എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ പലരും പറയും ആഫ്റ്റർ 3 months ബിക്കോസ് 3 months പറയും യു ഷുഡ് ടേക്ക് കംപ്ലീറ്റ്ലി ബെഡ് റെസ്റ്റ്. പക്ഷെ ഞാനൊരു 60 days ഒക്കെ എടുത്തിട്ടുള്ളൂ. സോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കുറേ എക്സസൈസ് ഒക്കെ ചെയ്തത് ഗ്രാജുവലി അത് എന്തായാലും കുറയും. മീൻസ് കുട്ടികളുടെ പുറകെ നമ്മൾ ഓടി തുടങ്ങുമ്പോഴത്തേക്കും അത് കുറയും. പക്ഷെ നമ്മളുടെ സൈഡിൽ നിന്ന് എഫേർട്ട് ഇടുന്നത് നമ്മൾ ഇടുക, അതിനൊരു കോംപ്രമൈസും ചെയ്യരുത്. അതാണ് ഞാൻ ചെയ്യേണ്ടത്. അതിനൊരു കോംപ്രമൈസ് ചെയ്യരുതെന്നാണ് ഞാൻ ചെയ്യേണ്ടത്. പിന്നെ ഹാസ് യുവർ മീ ടൈം റിഡ്യൂസ്ഡ്? നെവർ. മീ ടൈം റിഡ്യൂസ് ആയിട്ടില്ല. മീ ടൈം തന്നെയാണ്. ബിക്കോസ് പാരൻസ് എവിടെ ഉള്ളതുകൊണ്ട് അവരുടെ അടുത്ത് കുറച്ച് ഞങ്ങൾ കിടത്തുമ്പോഴോ ഈവൻ ഉറങ്ങുമ്പോഴോ ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കാറുണ്ട്. പക്ഷെ ഞാൻ നിർത്തി വെച്ചിരിക്കുന്ന കാര്യം, ഞാൻ സ്കിൻ കെയർ ഇപ്പം ചെയ്യാറില്ല. ബിക്കോസ് ഇവനെ എടുക്കുമ്പോൾ എനിക്ക് പേടിയായി ഇവൻ്റെ ഫേസിലാവും. ഇവൻ കൈ ചപ്പി തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ ഇവൻ്റെ ഫേസിലായി കയ്യിലായി, അപ്പോൾ അവൻ്റെ വയലിടും. ആ ഒരു ടെൻഷൻ എനിക്കുണ്ട്. അപ്പോൾ അത് റിഡ്യൂസ്ഡ് ആയിട്ട് തോന്നിയിട്ടില്ല, ബട്ട് ചെയ്യാറില്ല. പൊതുവെ ഞാൻ സ്കിൻ കെയർ ചെയ്തിട്ടില്ല. പെർഫ്യൂംസ് യൂസ് ചെയ്യുന്നത് കുറച്ചു, വളരെ കുറച്ചു. പിന്നെയും ഇപ്പോഴാണ് ഞാൻ പുറത്തിറങ്ങുമ്പോൾ ഞാൻ എൻ്റെ ബാക്കിലാണ് ഇടുന്നത്. അറ്റ്ലീസ്റ്റ് എൻ്റെ അടുത്ത് നിന്ന് ഒരു ബേബി സ്മെല്ല്, ഈ കക്കുന്ന ആ പാലിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടല്ലോ, അത് പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇപ്പോൾ 3 months കഴിഞ്ഞപ്പോഴാണ്. ഇപ്പം ഞാൻ പുറത്ത് ഇറങ്ങാത്തതുകൊണ്ട് ആദ്യം ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പം 3 months കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ ബാക്കിലൊക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ട് സ്പ്രേ. പിന്നെ how did you
എന്തായിരുന്നു ക്വസ്റ്റ്യൻ? സോറി. ഹൗ ഡിഡ് യു ഹാൻഡിൽ യുവർ പോസ്റ്റ് പാർട്ടം പീരിയഡ്? പോസ്റ്റ് പാർട്ടം പീരിയഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ശരിക്കും അത് ഹിറ്റ് നല്ലോണം ആവും. പക്ഷേ നമ്മുടെ ഫാമിലി ഉള്ളപ്പോൾ ഐ ഡോണ്ട് തിങ്ക് സോ അത് വല്ലാതെ എഫക്റ്റ് ചെയ്യുമെന്നുള്ളൊരു ഇത് എനിക്ക് അങ്ങനെ വന്നിട്ടില്ല. ബട്ട് ഓബ്വിയസ്ലി നമ്മുടെ ഉറക്കം കുറേ പോവും, നല്ലോണം ഉറക്കം പോവും. പിന്നെ ആ ഫുഡ് കഴിക്കാൻ പാടില്ല, ഈ ഫുഡ് കഴിക്കാൻ പാടില്ല. പ്രഗ്നൻസിനേക്കാളും റെസ്ട്രിക്ഷൻസ് പോസ്റ്റ് പാർട്ടം ആണ് വരുന്നത്. ഇത് കഴിച്ചാൽ അങ്ങനെ കുട്ടിക്ക് ഇതാവും, ഇങ്ങനെ കഴിച്ചാൽ അത് കുട്ടിക്ക് ഇതാവും. നമ്മളെപ്പോഴും റിലേറ്റ് ചെയ്യുന്നത് നമ്മുടെ കുഞ്ഞിനോടാണല്ലോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ തണുത്ത വെള്ളം കുടിക്കാൻ പാടില്ല, ബിക്കോസ് കൊച്ചിന് കോൾഡ് വരും. എരിവ് കഴിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ കുറേ വരുമ്പോൾ നമ്മൾ അങ്ങനെ അവോയ്ഡ് ചെയ്യും. അത്ര ഞാൻ പിന്നെ പോസ്റ്റ് പാർട്ടം അങ്ങനെ. പിന്നെ സായുജും പാരൻസും ആണ് മെയിൻ പറയാനുള്ളത്. അവർ ചുറ്റിനുള്ളതുകൊണ്ട് ഉണ്ടായതുകൊണ്ടും എനിക്കങ്ങനെ വന്നിട്ടില്ല. അങ്ങനത്തെ ഒരു ഫേസിലേക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. സോ ഓക്കെ, പോയവർ കുറേ പേരുണ്ട്. ഞാൻ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ പോയ കുറേ പേരുണ്ട്. പക്ഷെ അവരുടെ റീസൺസ് എന്താണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ ഇൻഡിവിജ്വലായിട്ട് എനിക്ക് അങ്ങനെ പോസ്റ്റ് പാർട്ടം എന്ന് പറഞ്ഞിട്ട് ഹിറ്റ് ചെയ്തിട്ടില്ല. ഐ വാസ് വെരി ഹാപ്പി. വിച്ച് ഡാൻസ് ഫോം യു ലൈക്ക് ദ മോസ്റ്റ്? എൻ്റെ അമ്മ കേട്ട എന്നെ മിക്ക ഓടിച്ചിട്ട് തരും. എനിക്ക് വെസ്റ്റേൺ ആണ് ഇഷ്ടം. പക്ഷേ ഞാൻ എന്നെ ട്രെയിൻ അയക്കുന്നത് മോഹിനിയാട്ടമാണ്. പിന്നെ ഇപ്പം ഞാൻ ആദ്യം ഡാൻസ് ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. അതായത് സെമി ക്ലാസിക്കലാണ് തുടങ്ങിയത്. ലേറ്റർ ഓൺ ഞാൻ മേ ബി ക്ലാസിക്കലിലേക്ക് മാറും. സോ യാ, ഡാൻസ് ക്ലാസ് തുടങ്ങി. ആൻഡ് വിച്ച് ഫോം ഡു യു ലൈക്ക് ബെസ്റ്റ്? Which is your favorite? Which is your most favorite food, dance, and travel? I think I should rate and rank accordingly. Okay. First, dance, food, then travel. ഫുഡിൻ്റെ കാര്യം ബിക്കോസ് ഇപ്പോൾ ഡയറ്റിംഗ് അല്ലെങ്കിലും കൺട്രോൾ ചെയ്യാനുള്ള പരിപാടിയാണ്. ഷുഗർ കൺട്രോൾ ചെയ്യണം, ബിക്കോസ് ഷുഗർ ക്രേവിങ്സ് നല്ലോണം വരുന്നുണ്ട് എനിക്ക്. അപ്പം ഷുഗർ കൺട്രോൾ ചെയ്യണം. അപ്പോൾ ഷുഗർ കുറച്ചു എന്ന് പറഞ്ഞാൽ കുറച്ചു എനിക്കറിയില്ല. പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെ കഴിക്കാറില്ല. പിന്നെ ഉള്ളത് ഡാൻസ് ഇപ്പോൾ ആദ്യം തുടങ്ങിയതുകൊണ്ട് ഡാൻസ് എന്തായാലും ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഓൺലി ലവ്. പിന്നെ ട്രാവലിംഗ് ഇനിയിപ്പം രുദ്രയുടെ കൂടെ എങ്ങനെയാണെന്നൊക്കെ പതുക്കെ പഠിച്ചു വന്ന് അതും എന്തായാലും സെറ്റാക്കാം. ബിക്കോസ് ഞാനും സാഹചര്യം രണ്ടുപേരും ട്രാവൽ ഫ്രീക്കാണ്. പക്ഷെ സാഹചര്യം പ്രൊഫഷണൽ വൈസ് ഈസ് എ ആയുർവേദിക് ഡോക്ടർ. അപ്പം അങ്ങനെ ലീവ് എടുത്ത് നമുക്ക് പോകാൻ പറ്റുന്നില്ല. ബട്ട് സ്റ്റിൽ ഹി മാനേജസ് ടു ടേക്ക് ലീവ്. അപ്പം എന്തായാലും ട്രാവലിംഗ് ഞങ്ങൾ ചെയ്തിരിക്കും. അതിൻ്റെ വ്ളോഗ്സും ഇടാം കേട്ടോ. സോ നെക്സ്റ്റ്, ഡു യു വാണ്ട് ടു ഷിഫ്റ്റ് ബാക്ക് ടു ഗുജറാത്ത്? ഓബ്വിയസ്ലി യെസ്. ഹൂ ടോൾഡ് നോ? എന്തായാലും എനിക്ക് ഒരു പേഴ്സൻ്റെ എവിടെയെങ്കിലും ചാൻസ് കിട്ടി ഞാനത് ചാടി കയറി പിടിച്ച് എവിടെയെങ്കിലുമൊക്കെ സെറ്റാക്കി സ്ഥലം വിടാൻ നോക്കും ഞാൻ. അവിടുത്തെ മെയിൻ സാധനമാണ് ഫുഡില്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. എസ്പെഷ്യലി നോർത്ത് ഇന്ത്യൻ ഫുഡ് കഴിച്ച് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി യു മസ്റ്റ് ബി നോയിങ്. സോ യെസ്. ഹൗ മെച്യൂർ യു ആർ ഇൻ ഹാൻഡ്ലിങ് തിങ്സ് വിച്ച് ഇസ് വെരി നെഗറ്റീവ്? Zero maturity in handling negative people. അയ്യോ, people ഇല്ല, നെഗറ്റീവ്.
എനിക്ക് ദേഷ്യം വരും പെട്ടെന്ന് എന്തെങ്കിലും ആരെങ്കിലും പറയാം. പക്ഷേ Sayaj is the one and only person who told me many things how to handle such people. But ഞാൻ അത് വെച്ചിട്ട് ലൈക്ക് സായിച്ച് പറഞ്ഞ കുറേ കാര്യങ്ങൾ ഞാൻ എൻ്റെ ലൈഫിൽ എന്താ പറയുക വാക്കുകൾ കിട്ടുന്നില്ലോ. അയ്യോ what was the അപ്ലൈ ചെയ്ത് തുടങ്ങിയപ്പോൾ കുറേ മാറ്റം വന്നില്ല. അത് സായിച്ചും സമ്മതിച്ചായിരുന്നു കേട്ടോ. സോ എനിക്ക് 0 മെച്യൂരിറ്റി ആണ് ടു ഹാൻഡിൽ നെഗറ്റീവ് പീപ്പിൾ, നെഗറ്റീവ് തിങ്സ്. ഞാൻ പണ്ടൊക്കെ ഇഗ്നോർ ചെയ്യുമായിരുന്നു, പക്ഷെ എനിക്കിപ്പോൾ അറിയില്ല എന്താ പറ്റിയത്. ഐ കാണ്ട് ഇഗ്നോർ പീപ്പിൾ ആൻഡ് ഐ കാണ്ട് ഇഗ്നോർ സച്ച് തിങ്സ്. ഞാൻ അതിന് റിയാക്ട് ചെയ്ത് പോകും. പക്ഷെ റിയാക്ട് ചെയ്യാൻ പാടില്ല എന്ന് ആൾക്കാർ പറയും. പക്ഷെ റിയാക്ട് ചെയ്യാതിരിക്കാൻ പറ്റുന്നും ഇല്ല. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ. പിന്നെ വാട്ട് ഐ ഹേറ്റ് അബൌട്ട് മൈ സെൽഫ്, എനിക്ക് പെട്ടെന്ന് മൂഡ് സ്വിങ്സ് വരും. That is the main and one and only thing I hate about myself, mood swings. അത് കാരണം എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരുടെ മൂഡ് പോകും. എന്നിട്ട് എനിക്ക് എവിടെ നിന്നൊക്കെ തല്ലിയിട്ടെന്ന് പറയാൻ പറ്റത്തില്ല. സോ യാ, ഐ ഷുഡ് ചേഞ്ച് ദാറ്റ്. ബി ഹാപ്പി ഓൾവേസ്. കാര്യങ്ങളൊക്കെ വരും പോവും, പിന്നെ എല്ലാം വഴിയോടെ പൊക്കോളൂ. ഗോ വിത്ത് ദ ഫ്ലോ മാൻ. അതിപ്പോൾ ഞാൻ പഠിച്ചിരിക്കുന്നത്. നമ്മൾ ഓവർ തിങ്ക് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല എന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ടോ ലാസ്റ്റ് 2 weeks നോട്ട് മോർ ദാൻ ദാറ്റ് 2 weeks കൊണ്ട് ഞാൻ സെൽഫ് റിയലൈസേഷൻ ചെയ്ത കാര്യങ്ങളാണ്. ഗോ വിത്ത് ദ ഫ്ലോ, ഡോണ്ട് ഓവർ തിങ്ക്. ബാക്കിയെല്ലാം ട്രാക്കിലേക്ക് വന്നോളൂ. അതാണ് ഐ ഹേറ്റ് അബൌട്ട് മൈ സെൽഫ്. അതായിരുന്നു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. പിന്നെ ഹൗ ഡു ഐ സെലക്ട് മൈ യൂട്യൂബ് വീഡിയോ കണ്ടന്റ്? വാട്ട് മേക്സ് മീ തിങ്ക് ഐ ഷുഡ് വ്ലോഗ് ഓൺ ദിസ്? What makes select my YouTube video content is like കുറേയൊക്കെ ഞാൻ യൂട്യൂബ് വീഡിയോസിൽ കാണുമ്പോൾ അത് ചെയ്താൽ കൊള്ളാമെന്നുള്ളൊരു ഐഡിയ വരും. അത് ഞാൻ ചെയ്യാറുണ്ട്. അത് ഓപ്പണായിട്ട് ഞാൻ പറയാറുണ്ട്. ഞാൻ കുറച്ച് യൂട്യൂബിൽ വീഡിയോസ് കാണുമ്പോൾ ഓക്കെ ഐ ഷുഡ് ഡു ദാറ്റ് എന്ന് ചെയ്യുമ്പോൾ അതങ്ങനെ ചെയ്യും. അല്ലെങ്കിൽ ഇപ്പോൾ 2 വീഡിയോസ് എനിക്കിങ്ങനെ അതും ആൾക്കാർ ചെയ്യുന്ന വീഡിയോസ് തന്നെയാണ് എനിക്ക് ഇപ്പോഴും വരുന്നത്. സോ ഐ ഡോണ്ട് തിങ്ക് ഞാൻ എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നത്. അപ്പോൾ ഹൗ ഡു ഐ സെലക്ട്? എന്നോട് കുറച്ച് സജഷൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ബേസിസിൽ ഞാൻ മാറാൻ ശ്രമിക്കുന്നുണ്ട്. സോ യാ, ഡെഫിനറ്റ്ലി അത് മാറ്റി പഠിക്കാം എന്ന് തോന്നുന്നു. വാട്ട് എക്സൈറ്റ്സ് യു ഇൻ ലൈഫ്? What excites me in life? What? Trying out new things. എനിക്കതിന് ആൻസർ അറിയില്ല. പിന്നെ വേറെ ഒന്നുമില്ല. ഇത് തന്നെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, where do you want to settle, abroad or India? പെർമനൻ്റ്ലി. ഓക്കെ, അബ്രോഡ് വേണ്ട. അബ്രോഡ് പോയി കറങ്ങിയിട്ട് തിരിച്ചു വരണം. പക്ഷെ സെറ്റ് ആവണ്ട. ബിക്കോസ് ഞങ്ങൾ രണ്ടുപേരും പാരൻസ് ഇവിടെ ഉണ്ട്. അബ്രോഡ് പോയി സെറ്റ് ആവാൻ താല്പര്യമില്ല, പക്ഷെ ഡെഫിനറ്റ്ലി കറങ്ങാൻ താല്പര്യമുണ്ട്. ഇന്ത്യയിൽ സെറ്റ് ആവാൻ താല്പര്യമുണ്ട്. ഇന്ത്യയിൽ ബാംഗ്ലൂർ സൈഡോ കൊച്ചിയിലോ എവിടെയെങ്കിലും നോക്കാം. അത് ഇൻ ഫ്യൂച്ചർ തീരുമാനിച്ചിട്ട് ഞങ്ങൾ ചെയ്യാവുന്ന രീതിയിലിരിക്കുന്നു. അപ്പോൾ ഡെഫിനറ്റ്ലി ഇന്ത്യ. Where you want to visit, your favorite dream destination? Dubai. Where you want first international trip
ഞങ്ങൾ പോയിട്ടുണ്ട്, തായ്ലൻഡിൽ പോയിട്ടുണ്ട്. പക്ഷെ വിത്ത് മൈ ഹസ്ബൻഡ് ആൻഡ് രുദ്ര ഐ വോണ്ട് ഗോ ടു ദുബായ്. ദാറ്റ് ഇസ് മൈ ഫേവറേറ്റ് ആൻഡ് ഫസ്റ്റ് ഡ്രീം ഡെസ്റ്റിനേഷൻ ആണ് ദുബായ്. ദെൻ how do I handle my mood swings? That I only know how I handle my mood swings. First I dance ചെയ്ത് കുറേയൊക്കെ പോകും. ബിക്കോസ് നമ്മൾ ഡാൻസ് ചെയ്യുമ്പോൾ തന്നെ ഒരു വേറൊരു ഫീലിങ്ങും അതും കൊണ്ടാണ് ഡാൻസ് ചെയ്യുന്നത്. അപ്പം ഡെഫിനറ്റ്ലി കുറേ വ്യത്യാസം വരാറുണ്ട്. പിന്നെ ഞാനങ്ങ് ഇറങ്ങിപ്പോയി നടക്കും, എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയി നടക്കും. ലൈക്ക് വീട്ടിലിരുന്ന് മടുക്ക്, ദേഷ്യം. ഫോർ എക്സാമ്പിൾ ഞാൻ രാമേശ്വരത്തായിരുന്നു. ലൈക്ക് ആഫ്റ്റർ മാരേജ് ഐ വാസ് ദെയർ ഫോർ 8 months രാമേശ്വരത്ത്. അവിടെ ഒന്നുമില്ല. സായി രാവിലെ പോയി കഴിഞ്ഞാൽ ഞാൻ ആ 4 ചുവരുടെ അകത്ത് ഇരുന്ന് പ്രാന്താകും. കുറേയൊക്കെ ആദ്യമൊക്കെ ഞാൻ എന്താ പറയുക, ഉറങ്ങി തീർക്കുമായിരുന്നു. പിന്നെ എനിക്ക് മടുത്തപ്പോൾ ഞാൻ ഇറങ്ങി നടക്കും. ഒരു ദിവസം ബീച്ചിൽ പോയിരുന്നു ഞാൻ രാവിലെ 11 മണിക്ക്. എന്നിട്ട് അമ്മയെ വിളിച്ചു, എന്നിട്ട് അമ്മയുടെ അടുത്ത് ചീത്തൻ കേട്ടു. അങ്ങനെ ഞാൻ ഇറങ്ങി നടക്കും. അങ്ങനെ ഞാൻ എൻ്റെ മൂഡ് സ്വിങ്സിനെ ഹാൻഡിൽ ചെയ്യാറുണ്ട്. ഓക്കെ, ആർ യു എ ബീച്ച് ഓർ എ മൗണ്ടൻ പേഴ്സൺ? ഒബ്വിയസ്ലി മൗണ്ടൻ പേഴ്സൺ. ആൻഡ് മൈ ഹസ്ബൻഡ് ഈസ് ഓൾസോ എ മൗണ്ടൻ പേഴ്സൺ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും മൗണ്ടൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. എസ്പെഷ്യലി ഹിസ് ഫ്രം വയനാട്. സോ യാ, അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പിന്നെ എനിക്ക് സ്നോ ഭയങ്കര ഇഷ്ടമാണ്. ആരെങ്കിലും എന്താ പറയുക, ഫെബ്രുവരി ഇപ്പോൾ ഫെബ്രുവരി അല്ല, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി 4 മാസത്തിൽ ഏതെങ്കിലും മാസത്തിൽ ഞങ്ങൾക്ക് ഷിംല, മനാലി, കുലു, കശ്മീർ ആരെങ്കിലും ട്രിപ്പ് സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ വിളിക്കണം കേട്ടോ. ഞാനിവിടെ എന്താ പറയുക, എൻ്റെ ജിമെയിൽ ID കൊടുത്തേക്കാം. ലൈക്ക് ബിസിനസ് ജിമെയിൽ ID കൊടുക്കാം. അപ്പോൾ അത് നിങ്ങൾ എന്താ സ്പോൺസർ ചെയ്യണേ. ആരെങ്കിലൊക്കെ താല്പര്യം ഞങ്ങൾ പൊക്കോളാം, അതൊരു കാര്യം. പറ്റില്ല. യാ, സോ വി ആർ എ മൗണ്ടൻ പേഴ്സൺ. ഹൗ ആർ യു എൻജോയിങ് യുവർ മദർഹുഡ്? കാൻറ്റ് എക്സ്പ്രസ്. നിങ്ങൾക്ക് എൻ്റെ ഫേസിൽ തന്നെ കാണാം. പക്ഷെ ഉറക്കത്തിൻ്റെ കുഴപ്പം മാത്രമേ ഉള്ളൂ. ബാക്കി ഐ എം വെരി മച്ച് എൻജോയിങ്. എനിക്കിപ്പോൾ ഞാൻ ജോലിക്ക് പോകണം എന്നുണ്ട്. പക്ഷെ ഇപ്പോഴും എനിക്കിങ്ങനെ ആലോചിക്കുമ്പോൾ ലൈക്ക് ഐ എം വെരി അപ്സെറ്റ്. അവനെ വിട്ടിട്ട് പോകാനെങ്കിൽ ഒരു താല്പര്യം വരുന്നില്ല. പക്ഷെ ജോലിക്ക് പോയില്ലെങ്കിൽ കഞ്ഞിയും പരും അത് തരും. അതുകൊണ്ട് ജോലിക്ക് പോകണം. അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ ഇങ്ങനെ മൈൻഡിൽ ഇങ്ങനെ കാമാക്കി ഓക്കെ, യു ഹാവ് ടു ഗോ, യു ഹാവ് ടു സ്റ്റെപ്പ് ഔട്ട് അലോൺ, യു ഹാവ് ടു ഗോ ദെയർ ആൻഡ് യു ഹാവ് ടു വർക്ക് ഫോർ യുവർ ഫാമിലി. സോ മദർഹുഡ് ഞാൻ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. നോ കംപ്ലയിൻസ് അറ്റ് ഓൾ. പിന്നെ എനിക്കൊരു കാര്യം കൂടി സ്പെസിഫിക് ആയിട്ട് പറയണം. അത് എനിക്ക് തോന്നിയ കാര്യമാണ്. എവറി വൺ സേസ് ലൈക്ക് എന്താ പിള്ളേർ വന്നു കഴിഞ്ഞാൽ ചിലക്ക് എന്താ പറയുക എല്ലാം സ്റ്റോപ്പ് ആവും. ഇറ്റ്സ് ജസ്റ്റ് ഫോർ ഫ്യൂ മന്ത്സ്. ഐ തിങ്ക് നിങ്ങൾക്ക് ആ ഒരു പീരിയഡ് സെറ്റ് ആവുന്ന വരെ ഡെഫിനറ്റ്ലി കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ബ്രേക്ക് ഇടേണ്ടി വരും. ഇറ്റ്സ് ലൈക്ക് നോട്ട് ഫുൾ സ്റ്റോപ്പ്, ബ്രേക്ക് ഇടേണ്ടി വരും. സോ അപ്പോൾ എന്താ വേറെ കുഴപ്പമൊന്നുമില്ല. എല്ലാം പെർഫെക്റ്റ് ഞാനൊരു വാക്ക് ഞാൻ പറയില്ല, സോറി, ദാറ്റ് ഈസ് മൈ മിസ്റ്റേക്ക്. ബട്ട് എവറിഥിങ് ഈസ് ഗുഡ്. ഓക്കെ, postpartum workout, have you started? Like yes, ഞാൻ postpartum workout ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ലൈക്ക് 1 week ബാക്ക്. അപ്പോൾ ഞാൻ അത് വീട്ടിൽ തന്നെ ഇപ്പോൾ ചെയ്യുന്നത്. ലൈക്ക് ഡാൻസ് ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ വർക്കൗട്ടായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ യാ, വർക്കൗട്ടിലും ഡാൻസിലും ഞാൻ ഗർഭ ഞാൻ നല്ലോണം ചാടി ചെയ്യും. സോ ദാറ്റ് ഗർഭ കളിക്കുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും. അത് തന്നെ ഒരു വർക്കൗട്ടാണ്. വർക്കൗട്ട് എന്ന് വെച്ചാൽ കുറേ ബേൺ ചെയ്യുന്ന സംഭവം, നമുക്ക് ഫാറ്റ് എല്ലാം വർക്കൗട്ടിൽ ഞാൻ ഗർഭ ചെയ്യാറുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഇടയ്ക്ക് ഒരു ഡിസ്റ്റർബൻസ് വന്നു, എനിക്ക് ഫീഡ് ചെയ്യാൻ പോകേണ്ടി വന്നു. സോ അത് പോയിട്ട് തിരിച്ചു വന്നു. സോ യാ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പോസ്റ്റ്മോർട്ടം വർക്കൗട്ട് കഴിഞ്ഞു അല്ലേ? how is your relationship with your husband after the delivery?
ഹൗ ഇസ് മൈ റിലേഷൻഷിപ്പ് വിത്ത് മൈ ഹസ്ബൻഡ്? സെയിം തന്നെയാണ് പോകുന്നത്, വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ലൈക്ക് ഇപ്പോൾ കുറച്ച് സ്നേഹം കൂടിയിട്ടെങ്കിലേ ഉള്ളൂ, അല്ലാതെ വേറെ ഡിഫറൻസ് ഒന്നുമില്ല. സെയിം ആ ഒരു ഇത് തന്നെയാണ് പോകുന്നത്. പിന്നെ വാട്ട് ഈസ് ദർ ഇൻ മൈ ബക്കറ്റ് ലിസ്റ്റ്? ബക്കറ്റ് ലിസ്റ്റ് കുറേ ഉണ്ട്. ബക്കറ്റ് ലിസ്റ്റ് പറയുമ്പോൾ അത് ഞാനിപ്പോൾ പറയുന്നില്ല, അത് നടക്കട്ടെ. അതിൽ ഫസ്റ്റ് ബക്കറ്റ് ലിസ്റ്റിൽ വരുന്നത് ദുബായ് പോയിട്ട് ദുബായ് സ്കൈ ഡൈവ് ചെയ്യണം. അത് പറഞ്ഞാൽ ഞാൻ പറയാം, ബിക്കോസ് ഞാൻ ദുബായ് മെൻഷൻ ചെയ്തോണ്ട് അത് എന്തായാലും പറഞ്ഞേക്കാം. ദുബായിൽ പോയിട്ട് ദുബായ് സ്കൈ ഡൈവ് ചെയ്യണം, അത് ഒരു ബക്കറ്റ് ലിസ്റ്റിൽ വൺ തിങ്. സോ യാ, ബക്കറ്റ് ലിസ്റ്റ് ബാക്കി പതുക്കെ അത് ഡ്രീം കം ട്രൂ ആവുമ്പോൾ ഞാനത് എന്തായാലും അത് പിന്നെ ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറയുള്ളൂ. ദിസ് വാസ് മൈ ബക്കറ്റ് ലിസ്റ്റ് എന്നൊക്കെ പറയുള്ളൂ, അപ്പോൾ അത് മനസ്സിലായിക്കോളും. സോ അതുണ്ടായിരുന്നു. So what inspired you to start a YouTube channel? Nothing inspired me to start a YouTube channel. ഞാനൊരു ദിവസം റാൻഡംലി, സത്യം ഞാൻ പറഞ്ഞു, എനിക്ക് വലിയ ഇൻസ്പിറേഷനോ ആരോ ഒന്നും പറഞ്ഞിട്ടൊന്നുമല്ല. ഞാൻ കോവിഡ് ടൈമിലാന്ന് തോന്നുന്നു എനിക്കിങ്ങനെ എന്താ പറയുക, അത് പറയുന്നത് ശരിയാണോ പോലും എനിക്കറിയില്ല. ഞാനിങ്ങനെ യൂട്യൂബ് വീഡിയോസ് കാണുമ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നി ഞാനും സ്റ്റാർട്ട് ചെയ്ത. പക്ഷെ എനിക്ക് ഡൗട്ടായിരുന്നു ഞാൻ എന്ത് കണ്ടന്റ്, ബിക്കോസ് ഞാൻ ഇങ്ങനെ ക്യാമറ ഫേസ് ചെയ്ത ആളാണെങ്കിലും പക്ഷെ ഇങ്ങനെ ഇരുന്ന് ക്യാമറയോട് സംസാരിക്കുക അങ്ങനത്തെ ഒന്നും എനിക്കറിയാം. ഞാൻ ഇപ്പോഴും ഐ സ്റ്റിൽ സ്റ്റാമർ എ ലോട്ട് വെൻ ഐ എം ഇൻ പബ്ലിക് ആൻഡ് ഐ എം വ്ളോഗിങ്. എനിക്കിപ്പോഴും എന്താ പറയുക അറിയില്ല പബ്ലിക്ലി വ്ളോഗ് എങ്ങനെ ചെയ്യണമെന്ന്. എനിക്ക് അതിൻ്റെ ഞാൻ വോയിസ് ഓവർ ചെയ്യാൻ നോക്കിയിട്ട് അതും കൊളായിട്ടിട്ട്. സോ ഞാൻ ഈ ഒരു ബേസ് ലെവലിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഓക്കെ, അത് എല്ലാവരും അങ്ങനെ തന്നെ, എല്ലാവരും പഠിച്ചിട്ടൊന്നുമല്ല തന്നെ. സോ യാ, എനിക്കതിൽ തെറ്റൊന്നും കാണുന്നില്ല. സോ യാ, ഒന്നും ഇൻസ്പയർ ചെയ്തില്ല, ഞാൻ ജസ്റ്റ് അങ്ങനെ സ്റ്റാർട്ട്. സ്റ്റിൽ എം നോട്ട് ഒരു എനിക്ക് പല വാക്കുകളും ഇപ്പം കിട്ടുന്നില്ല, എന്താണാവോ ആ ഒരു ഫ്ലോയിൽ ഞാനിപ്പോൾ വീഡിയോസ് ഇടുന്നില്ല. ഓക്കെ, ഞാനിപ്പം ഇടാനുള്ള ശ്രമത്തിലാണ്, നോക്കാം എവിടെ വരെ പോകുന്നത്. സോ യാ, ദിസ് വാസ് മൈ ഫസ്റ്റ് Q&A question and answer video. സോ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഇൻ ഫർദർ വീഡിയോസോ ഇൻ ഫ്യൂച്ചറിൽ വീഡിയോസോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇഫ് യു ലൈക്ക് ദ വീഡിയോ പ്ലീസ് ടു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ദ വീഡിയോ. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഒഫീഷ്യലി സൈനിങ് ഓഫ്. ബൈ.